സാറേ വലത്തെ കയ്യിലൊരു മറുകുണ്ട്. കൈയെടുക്ക്. കഴുത്തിലൊരു മാർക്ക്, കാലിലൊരു മുറിവുപാട്, ഇടത്തെ കാലിലൊരു പുള്ളി. ആരാ സാർ നിങ്ങൾ? റിലേറ്റീവ് ആണോ? ഏട്ടന്. പോയിന്റ് ബ്ലാക്കിലാണല്ലോ ഷൂട്ട് ചെയ്തിരിക്കുന്നത്. ആരാ ഇത് ചെയ്തേ? സാറ് തന്നെയാ. പോസ്റ്റ്മോർട്ടം ഇന്ന് കഴിയും. നാളെ വന്ന് ബോഡി വാങ്ങിച്ചോളൂ. ഇവൻ ജീവിച്ചിരുന്നപ്പോൾ ആർക്കും ഒരു ഉപകാരം ഉണ്ടായിട്ടില്ല. ഇവന്റെ ശരീരമെങ്കിലും ആർക്കെങ്കിലും ഉപകാരമാവട്ടെ. ഇവന്റെ ശരീരം മെഡിക്കൽ കോളേജിലേക്ക് അയച്ചേക്കൂ. അപ്പോൾ ഈ ഫോമിലൊരു സൈൻ ചെയ്തു തരൂ. മാധവ, ബോഡി അകത്തേക്ക് എടുത്തോ. സാർ സർ, നിങ്ങളുടേത് ബി ബ്ലോക്ക്, എന്റേത് എ ബ്ലോക്ക്. പോകുന്ന വഴിക്ക് പട്ടികളുടെ വല്ലാത്ത ശല്യമാണ്. ഞാൻ വേണമെങ്കിൽ ഡ്രോപ്പ് ചെയ്യാം. അത് വേണ്ട, താങ്ക്സ്. എനിക്ക് പട്ടികളെ പേടിയില്ല. ഞാൻ ഒറ്റയ്ക്ക് പൊയ്ക്കോളാം. സാർ, പട്ടിയെ പേടി എനിക്കാ. എന്നാ പോവാം. എടി നിനക്ക് ഞാൻ താലി കെട്ടിയതാ എന്ന് വെച്ച് എന്ത് തോന്നിയ ദിവസം കാണിക്കാന്നാണോ വിചാരം? അടുത്ത് വാടി. എന്തിനാ വണ്ടി ഓഫ് ചെയ്ത്? പാവം സാർ, വീടില്ലാത്തവരാ. അതുകൊണ്ടാ റോഡിൽ ഇങ്ങനെ താമസിക്കുന്നത്. നമുക്ക് വീട് വാങ്ങി കൊടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഇതെങ്കിലും. കണ്ണാടി ഒന്ന് ഓർത്ത് വെക്ക്. ഞാൻ പറയുന്നുണ്ട് തെറ്റിദ്ധരിക്കരുത്. സ്വന്തം അനിയൻ മരിച്ച ഈ സിറ്റുവേഷനിലും ബൈക്കിന്റെ കണ്ണാടി അഡ്ജസ്റ്റ് ചെയ്യിപ്പിച്ച് എന്നെ ലൈൻ അടിക്കുകയാണല്ലോ. വണ്ടി ഇവിടെ നിർത്ത്, ഞാനിവിടെ ഇറങ്ങിക്കോളാം. താൻ പറഞ്ഞത് ശരി തന്നെയാണ്. ഇനി ഞാൻ തന്നോട് വരുന്നത് ശരിയല്ല. ഞാൻ പൊയ്ക്കോളാം. താങ്ക്സ്. അതെന്താ സാർ അങ്ങനെ? താൻ റോഡിൽ ജീവിക്കുന്ന ആൾക്കാരോട് സഹതാപപ്പെട്ടില്ല. അതെ. അത് കണ്ടത് മുതൽ എനിക്ക് തന്നോട് പ്രണയം തോന്നുമെന്ന് വല്ലാത്തൊരു പേടി. ഞാൻ നടന്നു പൊയ്ക്കോളാം. താങ്ക്സ്. ഇൻസ്പെക്ടർ സാർ, ഒരു നിമിഷം വന്നേ. സാറിനെ കണ്ടിട്ട് ഒരു ടൈപ്പായിട്ട് തോന്നുന്നുണ്ടല്ലോ. എനി മെന്റൽ പ്രോബ്ലം? എന്താന്ന് വെച്ചാ ലവ് പറയുന്ന ഒരു എക്സ്പ്രഷൻ മുഖത്തില്ല, അനിയൻ മരിച്ച എക്സ്പ്രഷനും മുഖത്തില്ല. ചോദിക്കുന്നോണ്ട് തെറ്റിദ്ധരിക്കരുത്. കൊന്നത് അനിയനെ ആണെങ്കിലും ഒരു വിഷമവും ഇല്ലേ? ഞാൻ കൊന്നത് ഒരു കുറ്റവാളിയാ. കൊന്നത് കുറ്റവാളിയ? ഇയാള് പറയുന്ന ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ. എന്നെ കൊന്നില്ലേ? ഇപ്പോ സ്വൈരായിട്ട് നിനക്ക് ഉറങ്ങാൻ പറ്റുമോ? അല്ല, ഞാൻ ഉറങ്ങാൻ സമ്മതിക്കില്ല. ഈ ജോലിയില് എന്നെപ്പോലെ കുറെ ആൾക്കാരുണ്ട്. എത്ര പേരെ കൊന്നാലും അതേ അളവിന് വന്നുകൊണ്ടേയിരിക്കും. ചിലപ്പോഴേ നിന്റെ ബുള്ളറ്റ് തീരുമായിരിക്കും. എന്നെപ്പോലുള്ളവരുടെ എണ്ണം തീരില്ല. ഞങ്ങൾ വിചാരിക്കാതെ ഒന്നും നടക്കില്ല. നീയേ ഒരാളെ നന്നാക്കി കാണിക്കേ, ഞാൻ നിന്നെ ഉറങ്ങാൻ സമ്മതിക്കാം. ആ എന്റെ പിതാവേ, എന്റെ മോൾ ജോലി ചെയ്യുന്ന പോലീസ് സ്റ്റേഷന്റെ പരിധിയിലുള്ള പാർക്കിൽ വെച്ച് പോലീസിന്റെ വെടിയുണ്ട കൊണ്ട് മരിച്ച മുരുകവേലിന്റെ അനിയൻ രവിയുടെ പാവങ്ങളെ നീക്കി അവന്റെ ആത്മാവ് ശാന്തി അടയാനും നിയമപ്രകാരം അവനെ ഷൂട്ട് ചെയ്ത് മുരുകവേലിന് ഒരു പ്രശ്നവും വരാതെ അവനെ കാത്തുകൊള്ളണമേ. എന്റെ മകൾ മഡോണയെ പോലെ കോഴ വാങ്ങിച്ച് ചിത്രത്തിനെ കാണിക്കുന്ന ഒരു പോലീസായിട്ട് അവനെ മാറ്റിയെടുത്ത് ഞങ്ങളെ രക്ഷിക്കണമേ പിതാവേ. പിതാവേ, യേശുവിന്റെ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു. ആമേൻ. സർ, ഗുഡ് മോർണിംഗ് സർ. ഡ്യൂട്ടിയിൽ ജോയിൻ ചെയ്യുമ്പോൾ സർ. ഡോ, സഹോദരനെ കൊന്നിട്ട് താൻ വിഷമത്തിലായിരിക്കും എന്നാ കരുതിയത്. അതിനു പകരം നീ യൂണിഫോം ഇട്ട് ഇങ്ങോട്ട് വന്നിരിക്കുകയാണോ? മനസ്സിലുള്ള വിഷമം മുഖത്ത് കാണിക്കുന്നവനല്ല സർ യഥാർത്ഥ പോലീസുകാരൻ. ആവനാഴിയിലെ മമ്മൂട്ടിയെ പോലാണല്ലോ ഡയലോഗ്. ഏത് കാലത്തെ ആളാ? തിയേറ്ററിലൊക്കെ പോയി പടം കാണ്. ജനങ്ങൾക്ക് വേണ്ടി വല്ല നല്ലത് ചെയ്താ നിലവിളിക്കുന്ന കൂട്ടത്തിലായിപ്പോ. മോഹൻലാൽ പോലും ഗാങ്സ്റ്റർ ആയിട്ട് അഭിനയിക്കുന്ന കാലാ. ഈ കലികാലത്തിൽ നല്ലവനായിട്ട് നീ എന്ത് ചെയ്യാൻ പോവാ? ഇതാ നോക്ക്, ഞാനും ആദ്യം ഇതുപോലൊക്കെ തന്നെ ആയിരുന്നു. പക്ഷേ പരിതസ്ഥിതികൾ എന്നെ ആകെ മാറ്റിയെടുത്തു. നിന്നെയും മാറ്റിയെടുക്കും. നീ മാറിയില്ലെങ്കിൽ
മഫ്റ്റിയിൽ ചോളം വിറ്റ് നടന്നില്ലേ അത് തന്നെ ഇനിയും തുടർന്ന് അങ്ങോട്ട് ചെയ്യേണ്ടി വരും. നമസ്കാരം, എന്റെ പേര് സ്വാമിനാഥൻ. ഞാനൊരു പൊതുപ്രവർത്തകനാണ്, പോരാളിയാണ്. സർക്കാരിന്റെ ഭാഷയിൽ പറയുകയാണെങ്കിൽ എന്നെ ഒരു നക്സലേറ്റ് എന്നും പറയാം. നിങ്ങൾ എന്ത് വേണമെങ്കിൽ പറഞ്ഞോ. എന്നാൽ നമ്മുടെ സമൂഹം വൃത്തിയായിരിക്കണം. ഇന്നലെ മുതൽ ടാങ്ക് പൊട്ടിയോടെ വെള്ളം വെളിയിൽ ഒലിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇത് ചോദിക്കാൻ ആരുമില്ല. ഇതിന്റെ പുറകിലെ രാഷ്ട്രീയം എന്താണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. എക്സ്ക്യൂസ് മീ, ഇവിടെ എന്താ പ്രശ്നം? എന്ത് പ്രശ്നമെന്നാ സാർ? വേസ്റ്റ് വെള്ളം മുഴുവൻ പുറത്തേക്ക് ഒലിച്ചുകൊണ്ടിരിക്കുക. അത് കാരണം മുഴുവൻ ട്രാഫിക്കാ ഇവിടെ. ഇത് കാരണം എല്ലാവരും 1 മണിക്കൂർ താമസിച്ച ജോലിക്ക് പോകും. ഇത് കാരണം ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ എന്തൊക്കെ പ്രശ്നം വരുമെന്ന് അറിയോ? അതിന് തനിക്ക് എന്തിനാ ഇത്രയും ടെൻഷൻ? സാറേ, ഞാനൊരു പൊതുപ്രവർത്തകനാ, അതുകൊണ്ട് ഞാൻ ടെൻഷൻ ആയാലേ മതിയാവൂ. ശരി വാ, നമുക്ക് രണ്ടുപേർക്കും ചേർന്ന് ആ ഓടയും ക്ലീൻ ചെയ്യാം. അയ്യോ, എന്തൊരു കാര്യം. ഞാൻ ഇന്ന് കതർ ഷർട്ട് ഇട്ടോണ്ട് വന്നേ, അതുകൊണ്ട് ഒന്നും നടക്കൂല. ഹലോ, ഡൽഹി അല്ലേ? അതെ, ഞാൻ നാളെ വരുന്നു ഡൽഹിയിലേക്ക്. ടിക്കറ്റ് കൺഫേം ആയി. ഓക്കെ. ഒരു തീപ്പെട്ടി ഇങ്ങോട്ട് എടുത്തേ. RB പോലീസ് സ്റ്റേഷൻ SI മുരുകവേൽ ചാർജ് എടുക്കാൻ വരുന്ന വഴിയിൽ റോഡിലൂടെ ഒഴുകി വരുന്ന ഡ്രെയിനേജ് വെള്ളം കാരണം ജനങ്ങൾ പരിഭ്രാന്തരായി നിൽക്കുന്നത് കണ്ടിട്ട് അവരെ സഹായിക്കുവാനായി ഡ്യൂട്ടിയിലുള്ള എല്ലാവരോടും വരാൻ പറഞ്ഞിരിക്കുകയാണ്. ഓവർ. അയ്യേ, ഇതെന്തുവാ? അറിയില്ല മാഡം. ഷേ, വാ. എന്താ ഈ സംഭവിക്കുന്നത്? സബ് ഇൻസ്പെക്ടർ, സാറേ, ഈ വേസ്റ്റ് ഒക്കെ എടുത്താ ഡസ്റ്റ്ബിനിലിട്ടെ. സാറേ, അത് പിന്നെ അയ്യോ, ഈ ഏരിയയില് 2-3 പേര് എന്നെ പെണ്ണ് കണ്ടിട്ട് പോയിരിക്കുക. കൺഗ്രാറ്റുലേഷൻസ്. കല്യാണത്തിന് മുമ്പ് ഇതൊക്കെ ചെയ്തു പഠിക്കുന്നത് നല്ലതാ. ചെന്ന് കയറുന്ന വീട്ടിൽ ഉപകാരപ്പെടും. സാർ, അതല്ല സാർ, ഞാൻ ഇതൊക്കെ ചെയ്യുന്നത് കണ്ട പോലീസിലല്ലോ കോർപ്പറേഷനിലോ ജോലി ചെയ്യണമെന്ന് എന്നെ റിജക്ട് ചെയ്യും സാർ. കോർപ്പറേഷൻ ചെയ്യുന്ന ജോലിയൊക്കെ നമ്മൾ എന്തിനാ സാർ ചെയ്യുന്നത്? കോർപ്പറേഷൻ വർക്കേഴ്സ് ഒക്കെ അപ്പുറത്തെ റോഡ് ക്ലീൻ ചെയ്തോണ്ടിരിക്കുക. അവർ നാളെ വരും. അതുവരെ ഇതിങ്ങനെ വിട്ടുവെച്ചാൽ നാറ്റ് സഹിക്കാൻ പറ്റില്ല. ഇതിങ്ങനെ കടന്നു കഴിഞ്ഞാൽ ട്രാഫിക് ജാം ആവും. ട്രാഫിക് ജാം ആയി കഴിഞ്ഞാൽ ഇവിടുത്തെ അവസ്ഥ അറിയാലോ. ഇതെല്ലാത്തിനും കാരണം ഈ ഓട തന്നെയാ. ഇങ്ങോട്ട് വന്നേ, ഞാൻ പറയട്ടെ. സർ, പോലീസുകാരെ കുറിച്ച് പൊതുവെ ഒരു വൃത്തിയായിട്ട ഇമേജാ. ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്താൽ ആ ഇമേജ് ഓട്ടോമാറ്റിക്കലി ക്ലീൻ ആയിക്കോളും. വന്ന് പണിയെടുക്കുക. എന്ത് വർത്താനായി പറയുന്നത്? ഇയാൾക്ക് എന്താ വട്ടാ? ശരിയായ വട്ട് കേസാന്ന് തോന്നുന്നു. അയ്യോണ്ട് സാറേ. മുതലാളിയമ്മേ, കൈ കഴുകാൻ കുറച്ച് വെള്ളം കിട്ടുമോ? എന്താ സാർ, എന്നെ പോയി മുതലാളി എന്ന് പറയുന്നല്ലോ. ഞാൻ പറഞ്ഞതിൽ എന്താ തെറ്റ്? പുലർച്ചെ എണീറ്റ് കട തുറന്ന് ഞങ്ങൾക്കെല്ലാം വേണ്ടി HL ഗ്ലാസും കഴുകി ചായ ഉണ്ടാക്കി തരുന്ന നിങ്ങളല്ലേ? ചായ ഉണ്ടാക്കാൻ വേണ്ടി മേടിക്കുന്ന ചായപ്പൊടിയിലും പഞ്ചസാരയിലും വരുന്ന ടാക്സിൽ നിന്നല്ലേ ഞങ്ങൾക്ക് ശമ്പളം തരുന്നത്? അങ്ങനെ നോക്കിയാ നിങ്ങൾ ഒരു മുതലാളിയല്ലേ? അല്ല, ഇത്രയൊക്കെ കഷ്ടപ്പെട്ട് ജോലി ചെയ്തിട്ടും കഴുത്തിൽ എന്താ ഒരു ചെയിന് പോലും ഇല്ലാത്ത? 2 ദിവസം മുമ്പ് കാണാതെ പോയി സാറേ. കാണാതെ പോയെന്നോ? സ്റ്റേഷനിൽ കംപ്ലൈന്റ് കൊടുത്തോ? തലയിലുള്ള തൊപ്പി തന്നെ കളഞ്ഞു കുളിക്കുന്നു. ഇങ്ങേരാണോ എന്റെ മാല കണ്ടുപിടിക്കാൻ പോകുന്നത്? സാറിനൊന്നും അറിയാഞ്ഞിട്ടാ. സാർ ഈ സ്റ്റേഷന് പുതിയതല്ലേ. തൊപ്പി എങ്ങാനും മറന്നാലും 20 രൂപ വാങ്ങാൻ മറക്കുകയില്ല. ദിവസവും കൈക്കൂലി പോലെ വന്ന് വാങ്ങിച്ചോട്ട് പോയിക്കൊണ്ടേയിരിക്കും. സർ, ഞങ്ങളെല്ലാരും ഇങ്ങനെ പുച്ഛിച്ച് നോക്കല്ലേ സാർ. ഇവര് തരുന്ന 20-30 വെച്ച് ഞങ്ങൾക്ക് ബംഗ്ലാവൊന്നും വാങ്ങിക്കാൻ പറ്റില്ല സാർ. അത് വെച്ച് വയറ് നിറച്ചു വല്ലതും കഴിക്കാം. ഇതെന്താ അത്ര വലിയ തെറ്റാ? വയറ് നിറച്ച് വിഴുങ്ങില്ലേ? അതും ഒരു തെറ്റാ. ഇവിടുന്ന് ഒരു അടി പോലും മുന്നോട്ടെടുത്ത് വെക്കാതെ താഴെ വീഴുന്ന കോയിനിലെ ഹെഡ്സ് ആണോ ടെയിൽസ് ആണോ നോക്കി പറഞ്ഞേ. പിന്നെ ജനങ്ങൾ വലിയ തുക മേടിക്കുന്ന ആൾക്കാരെ വില്ലനായിട്ട് കാണും. നിങ്ങളെപ്പോലെ നക്കാപ്പിച്ച മേടിക്കുന്ന ആൾക്കാരെ വെറും ഒരു കോമാളിയായേ കാണും. ഈ തള്ളി നിൽക്കുന്ന കൊടുവയറുണ്ടല്ലോ, അത് കുറയുന്നവരെ ജീപ്പിലെ സഞ്ചാരം വേണ്ട. സാർ, കഴിഞ്ഞ 20 വർഷമായി എന്നെ ഹെഡ് കോൺസ്റ്റബിൾ ആയിട്ടാ വെച്ചിരിക്കുന്ന ഡിപ്പാർട്ട്മെന്റ്. സ്കൂളിൽ പഠിക്കുന്ന പിള്ളേർ പോലും എന്നെ വകവെക്കുന്നില്ല സാർ ഒട്ടും. സാർ, ഞാൻ ഇതുപോലെയൊക്കെ ഉണ്ടാവും. നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുമോ ചെയ്തോ. ജീവിതം മുഴുവൻ കോൺസ്റ്റബിൾ ആയിരിക്കുന്ന ഗതികേടേ അവന് മാത്രമേ അറിയൂ.